ചപ്പൂരൊക്കെ മറ്റേ എല്ലാവരും പ്രസിഡന്റുമാർ മുന്നോട്ടേക്കണേ എല്ലാവരും സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ നിത്യവും നിൻകൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി അറിയപ്പെടുന്ന ചടയമംഗലത്തെ ജലായിപ്പാറയുടെ പടിഞ്ഞാറെ ചരിവിൽ പിടിയെത്തുന്ന ദൂരത്ത് ഈ പുണ്യ ആരാധനാലയത്തിന്റെ എല്ലാ പരിപാടിക്കും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഞാൻ വന്നതിന് ശേഷം അവരുടെ ഒരു കുടുംബാംഗത്തെ പോലെ എല്ലാ പരിപാടിക്കും എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പരിപാടിക്കും ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ ഉൾക്കൊള്ളിക്കുകയും പരിപാടിക്ക് പങ്കെടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള സന്തോഷം കൂടി ഈ വേദിയിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചടയമംഗലത്ത് നിന്ന് ഈ ഓഫീസിന്റെ പ്രവർത്തനം സൊസൈറ്റിയിൽ നിന്ന് മാറുന്ന അവസരത്തിൽ അവർക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലം ആവശ്യമാണെന്ന് കണ്ട് അവരെന്നെ സമീപിച്ചു. ഞങ്ങളത് ആലോചിക്കുകയും ഗ്രാമപഞ്ചായത്തിന്റെ ഒരു കെട്ടിടം ഇതിനു വേണ്ടി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി ആലോചിക്കുകയും ചെയ്തു. കാര്യം നമ്മുടെ കർഷകരാണ് റബ്ബർ മേഖലയിൽ പണിയെടുക്കുന്ന ഒട്ടനവധി കർഷകരും അതുപോലെ ഈ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആൾക്കാർ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരു കെട്ടിടം അവർക്ക് വേണ്ടി കൊടുക്കാമെന്ന് ആലോചിച്ചത്. അത് ഓരോ കർഷകന്റെയും സന്തോഷമാണ് ഞങ്ങൾ ഷെയർ ചെയ്തത്. വില ഇങ്ങനെ കൂടുന്ന ഒരു കാലഘട്ടത്തിൽ റെക്കോർഡിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ചടയമംഗലം ഫീൽഡ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് വളരെയേറെ സന്തോഷമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം ജില്ലയിൽ തന്നെ ആരംഭകാലത്ത് തുടങ്ങി വെച്ച ഫീൽഡ് സ്റ്റേഷനുകളിൽ നിന്നാണ് ചടയമംഗലം ഫീൽഡ് സ്റ്റേഷൻ. ഇന്ന് ഏകദേശം 8,000-ഓളം കർഷകർ ഇതിന്റെ അധികാര പരിധിയിലുണ്ട്. നല്ല വിലയാണ്. അതിന്റെ കാര്യം പറയുവാണെങ്കിൽ ചടയമംഗലം എന്ന് പറഞ്ഞാൽ വളരെ പരമ്പരാഗതമായി റബ്ബർ കൃഷി ചെയ്തു വരുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഫീൽഡ് ഓഫീസിന്റെ ഉദ്ഘാടനം അതിന് ഈ ഒരു നല്ല സംതൃപ്തമായ വേളയിൽ നിൽക്കുന്നതിനാണ് എനിക്ക് സംതൃപ്തിയുള്ളത്. അത് നിങ്ങൾക്കും ഒരു സന്തോഷപ്രദമാണ്. എനിക്ക് മുന്നേ സംസാരിച്ചവരെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ റബ്ബറിന്റെ ഉത്പാദനത്തെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ ഏതെല്ലാം രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം റബ്ബറിന്റെ വില കുറഞ്ഞപ്പോൾ എല്ലാവരും വളരെ ആശങ്കയിലായിരുന്നു. റബ്ബർ കർഷകരെല്ലാവരും തന്നെ. ഇപ്പൊ നമുക്ക് റബ്ബറിന് കുറച്ചുകൂടി വില കൂടിയിട്ടുണ്ട്. ഈ സാറുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ടാപ്പിംഗ് തൊഴിലാളികളുടെ ഒരു അപര്യാപ്തത അതുപോലെ തന്നെ അതിന്റെ ബാക്കിയുള്ള പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. പ്രത്യേകിച്ച് എല്ലാവരും റബ്ബർ കൃഷിക്കാരാണ്. അവരിന്ന് നല്ലൊരു കാലാവസ്ഥയായിരുന്നു തോന്നുന്നു. കുറച്ചൊക്കെ വെട്ടൊക്കെ നടത്തിയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. നമ്മുടെ തെക്കേ അമേരിക്കയിലെ ആമസോൺ കാടുകളിൽ നിന്ന് കണ്ടെത്തിയ ഒരു മരം ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന ചടയമംഗലത്തിലെ റബ്ബർ കൃഷിക്കാർക്ക് എത്രത്തോളം ഒരു ആദായം ഉണ്ടാക്കുവാനും അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക വളർച്ച ഉണ്ടാകുവാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു ആശാവഹമായ കാര്യമാണ്. എന്നിരുന്നാൽ തന്നെ എൻ്റെ വാർഡിൽ നിലനിൽക്കുന്ന ഒരു ഫീൽഡ് സ്റ്റേഷനായിരുന്നു. അപ്പം ആദ്യം എനിക്കൊരു നേരിയ വിഷമവുമുണ്ട്, അതേപോലെ ഇവിടെ വന്ന് കണ്ടപ്പോൾ സന്തോഷവുമുണ്ട്. കാരണം നേരത്തെ ഇതിനേക്കാൾ ഇപ്പോഴത്തെ സ്ഥല സൗകര്യങ്ങളും ഷീറ്റ്, സ്ക്രാപ്പ്, അതുപോലെ പാല് ഇവയുടെ സംഭരണം വിപണനം ചെയ്യുന്നുണ്ട്.
പരമാവധി വില കർഷകർക്ക് കൊടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഉണക്കത്തുക കർഷകർക്ക് നൽകിക്കൊണ്ട് എത്രയും വേഗത്തിൽ പേയ്മെന്റ് നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ പാലിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാധനം എടുത്തുകൊണ്ട് പോയാൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തുള്ള കർഷകർക്ക് എന്താവശ്യമുണ്ടെങ്കിലും റബ്ബറിനെ സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കൊട്ടാരക്കര ഒരു വരാതെ തന്നെ ഓഫീസിൽ ചെന്നാൽ വളരെ സൗമ്യ സ്വഭാവക്കാരനായ നമ്മുടെ ജില്ലാ ഓഫീസർ പരമസ്ഥാനം അവിടെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ ആ ലാൻഡ് ശരിയാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ചെയ്തത് റബ്ബർ വയ്ക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ JCB കൊണ്ടൊന്ന് ഇളക്കി മറിക്കുകയാണ്. അങ്ങനെ ഇളക്കി മറിക്കുന്നതോടുകൂടി നമ്മൾ ആ മേൽമണ്ണ് എന്ന് പറഞ്ഞാൽ ആ വളക്കൂറുള്ള മണ്ണ് ഏറ്റവും അടിയിൽ പോവുകയാണ്. അത് നമുക്ക് വളരെ ദോഷം ചെയ്യുന്നതാണ്. എല്ലാ പദ്ധതികളും ഇവിടെ പ്രായോഗികം അല്ലാത്ത ചില പദ്ധതികളുണ്ട്. ചുരുക്ക രൂപത്തിൽ വിശദീകരിക്കാം. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഈ പദ്ധതികളുടെ വിശദമായിട്ടുള്ള നിയമാവലികൾ ഇപ്പോഴും തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൂർണ്ണ രൂപത്തിൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എങ്കിൽ ഏതൊക്കെ സ്കീമുകളാണ് 50 വർഷം ആദായം എടുക്കാമെന്ന് പഠിപ്പിച്ച റബ്ബർ ബോർഡ്, അതേ റബ്ബർ ബോർഡ് 50 വർഷം ആദായം എടുക്കാൻ നമ്മളെ പഠിപ്പിച്ചപ്പോൾ ആ വിളവ് 5 കൊല്ലം കൊണ്ട് ഇല്ലാതാക്കി ഈ റബ്ബർ കൃഷിയെ തകർക്കുന്ന നിങ്ങളാണോ പ്രതിസന്ധിയുടെ കാരണക്കാർ? അതോ റബ്ബർ ബോർഡിനെ പഠിക്കുകയാണോ വിലയിടിവിനെ പഠിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് നാം ഇത്തരത്തിൽ ആലോചിക്കണം. അതേ റബ്ബർ ബോർഡ് കാലാനുസൃതമായ മാറ്റങ്ങളുണ്ടായി. നമുക്കറിയാം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കലപ്പയും കാളയുമായിട്ടുള്ള ആ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ അത്ഭുതമായിട്ടുള്ള താല്പര്യം. ആദ്യമായി നന്ദി അറിയിക്കുന്നത്